ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ബ്ലൂ ഐറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്ന് എല്ലാ യൂട്യൂബേഴ്സും ചെയ്ത് ട്രെൻഡ് കഴിഞ്ഞിരിക്കുന്ന സാധനമാണ് ഫ്രീ ഫയറിൽ. നമ്മുടെ പഴയ ഫ്രീ ഫയർ ഭരിച്ച കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ഐഡിയയും കാര്യങ്ങളൊക്കെ സ്പെക്ക് ചെയ്യാൻ പോകുന്നത്. ഗായ്സ്, അതിനുമുമ്പ് എൻ്റെ ഐഡി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടാൽ ഞാൻ അക്സെപ്റ്റും കാര്യങ്ങളും ചെയ്യാം. ഗായ്സ്, പിന്നെ നമ്മുടെ ഗിൽഡിലേക്ക് ഇന്ന് രാത്രി ഗിൽഡ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. കയറുന്നവർക്കൊക്കെ കയറാം. ഫസ്റ്റ് 20 പേർക്ക് വരാൻ പറ്റുള്ളൂ. കമ്പനിക്കാരിൽ നിന്നാണ് കേട്ടോ നമ്മുടെ ഗിൽഡിൽ. ഇപ്പോൾ 4 പേരുണ്ട്. അവർ ഞാൻ ടെസ്റ്റ് കളിച്ച് തന്നെ ഗേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഐ ഡി നമ്മുടെ സബീർ ബോസിനെയാണ്. പണ്ട് പോലുള്ള പ്ലെയർ ആയതുകൊണ്ട് എനിക്ക് ഈ സബീർ ബോസിൻ്റെ ഒക്കെ ഐ ഡി കാണാതെ അറിയാം. ഇപ്പോൾ അടിച്ചു നോക്കാം. സബീർ ബോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സീസൺ 1 തൊട്ട് ഇപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്ന പ്ലെയറാണ്. ഇപ്പോൾ റീജിയണിൽ 85 സ്ഥാനത്തും ഉണ്ട്. ഓക്കെ, ഇന്ന് പറയുവാണെങ്കിൽ പണ്ട് ഫ്രീ ഫയർ ഭരിച്ചിരുന്ന ആൾക്കാരിൽ കുറേ ആൾക്കാരാണ് ഫസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ അടിച്ചതും. അങ്ങനെ കുറേ ആൾക്കാരിൽ ഫ്രീ ഫയർ ഭരിച്ചിരുന്ന കുറച്ച് പേരുണ്ടായിരുന്നല്ലോ. അതിൽ സബീറ, അജുബായി, റീസ്റ്റാർ, ഗ്യാങ് ഗെയിമിങ്ങിൻ്റെ അക്കൗണ്ട് ഇപ്പോൾ ബാനാണെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ അധികം ഗ്യാങ് ഗെയിമിങ്ങിൻ്റെ വീഡിയോസ് കാണാറില്ല, എന്നാലും കേട്ടറിഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബീറിൻ്റെ അക്കൗണ്ട് കണ്ടു നോക്കുക. നിങ്ങളെല്ലാവരും ഓൾറെഡി കണ്ടിട്ടുണ്ടോ. പിന്നെ സബീർ നോക്കുവാണെങ്കിൽ സീസൺ 6 എലൈറ്റ് പാസ് മാത്രം എടുത്തിട്ടില്ല. അത് മാത്രമേ ഈ അക്കൗണ്ടിൽ ഇല്ലാത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതും ചിലപ്പോൾ വേണമെങ്കിൽ ഗരീനെ ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ ആണെങ്കിൽ പുള്ളി ജാസ്പാൻ്റാണ് മാത്രമാണ് ഇട്ടിട്ടുള്ളൂ. പിന്നെ SG കിങ്ഡം എന്ന് പറഞ്ഞാൽ ഏതോ ഗിൽഡിലും കാര്യങ്ങളാണ്, എനിക്ക് കറക്റ്റ് അറിയില്ല. നമുക്ക് റീസ്റ്റാറിൻ്റെ ഐഡിയ നോക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നതാണ് റീസ്റ്റാറിൻ്റെ ഐഡി കേട്ടോ. റീസ്റ്റാർ പിന്നെ പറയുകയാണെങ്കിൽ സീസൺ 1 തൊട്ട് കളിക്കാൻ വളരെ, പക്ഷേ റീസ്റ്റാർ റാങ്ക് പുഷാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും റീസ്റ്റാറിന്. പിന്നെ അതിനൊന്നും പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യവും കാര്യങ്ങളൊന്നുമില്ല. ഇവരൊക്കെ അത്യാവശ്യം ഫെയിം യൂട്യൂബറാണ്. ഇപ്പോൾ റൈ കളിക്കാറില്ലെന്നോ അങ്ങനെ 30 ഡേയ്സ് ആക്റ്റീവ് അല്ല. പിന്നെ റൈ ബ്രദേഴ്സ് ആണെങ്കിൽ ലെവൽ 5ലേക്കും പോയി ഗിൽഡ്. റീസ്റ്റാർ പ്രൈം 5 കാര്യങ്ങളാണ്. പിന്നെ ബയോളൊന്നും ഇട്ടിട്ടില്ല. പിന്നെ 8 ഇയർ ഓൾഡ് എന്ന് ഇട്ടിട്ടുണ്ട്. അടിയിൽ ഹരഹര മഹാദേവ്. റീസ്റ്റാർ മലയാളിയാണെന്നൊക്കെ പറയണേ, എനിക്കൊരു പിടിയില്ല. എല്ലാവരും പലതും പറയണേ. 8 മില്യൺ സബ് കാണുന്നുണ്ട് റീസ്റ്റാറിൻ്റെ യൂട്യൂബ് ചാനലിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും റീസ്റ്റാറിനെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗൈസ്, നമുക്ക് ഇനി ജസ്റ്റ് ഗ്യാങ് ഗെയിമിങ്ങിൻ്റെ ഐഡിയ നോക്കാം. പുള്ളിയുടെ ഐഡിയ കിട്ടുമോ എന്ന് എനിക്ക് നോക്കട്ടെ. എനിക്ക് ഇമേജുണ്ട്. ഗൈസ്, അക്കൗണ്ട് യൂസ് ബാൻഡ് റിപ്സൺ ചീറ്റ് എന്നാണ് കാണിക്കണേ. 11/6/2026 ഈ മാസം കണ്ടാണ് ബാൻ ആയിക്കട്ടെ. എനിക്ക് എന്താ റീസൺ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ കാര്യം കുറേ നാളായി യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. എന്തായാലും ഗ്യാങ്സ്റ്റർ അക്കൗണ്ട് ബാൻ ആയെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ റീസൺ എന്താണെന്ന് അറിയാൻ കമൻറ്റ് ചെയ്യും. ഇനി നമുക്ക് ജസ്റ്റ് അജുബായിയുടെ പണ്ട് ടൈമിൽ ഒരു ദിവസം കഴിച്ചപ്പോൾ അജുബായി എൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ടുണ്ട്. അജുബായും അമിത് ബായും യാഷ് ബോസ് എന്ന് പറഞ്ഞ പ്ലെയർ സ്കോഡായിട്ട് കളിച്ചപ്പോൾ ഒറ്റ പ്രാവശ്യം ഞാൻ മറ്റേ യാഷിനെ അമിത്തിനെ വന്നു പിന്നെ